ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ഡിസ്മാൻഡിൽ ചെയ്ത് അസംബിൾ ചെയ്യുന്ന പ്രാക്ടീസ് സെഷനിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ്: ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സീരീസ്, ഫീൽഡ്, ആർമച്ചർ എന്നിവയൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും, ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും, ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാമെന്നും, ബെയറിംഗ്സ് എങ്ങനെ റിമൂവ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും, കൂടാതെ ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനെ അസംബിൾ ചെയ്യാമെന്നും, കൂടാതെ ജനറേറ്ററിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നതിനെക്കുറിച്ചും, കൂടാതെ ജനറേറ്റർ എങ്ങനെയാണ് അസംബിളിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മളിതിൽ പഠിക്കും. ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഉള്ളത്. സോ ഇതാണ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഈ ജനറേറ്റേഴ്സ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാനും ലൈറ്റിംഗിന്റെ ലോഡ് പർപ്പസിന്റെ ആവശ്യത്തിനും റെയിൽവേ കോച്ചസിലുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡി സി ജനറേറ്ററിന്റെ ടെർമിനൽസ് ഇങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. 240 വോൾട്ടും 25 വാട്ടുമുള്ളൊരു ബൾബാണ് നമ്മൾ ഇതിന് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. ടെസ്റ്റ് ലാമ്പിന്റെ പ്രോഡ് 1 നമ്മൾ ടെർമിനൽ 1ലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിമൈനിങ് ടെർമിനൽസിന്റെ പ്രോഡ് 2 ടച്ച് ചെയ്യുന്നു. പക്ഷേ ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ ചെയ്യൂ. അതിനുശേഷം ടെർമിനലിൽ ലാമ്പ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ടെർമിനൽസിനെ നമ്മൾ ആർമച്ചർ ടെർമിനൽസ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നുവെച്ചാൽ 1ഉം 2ഉമായാണ് പറയാറ്. അതിനുശേഷം ടെസ്റ്റ് ലാമ്പിന്റെ പ്രോഡ് 1 ടെർമിനൽ 3മായി കണക്ട് ചെയ്തതിന് ശേഷം റിമൈനിങ് ടെർമിനൽസിന്റെ പ്രോഡ് 2 നമ്മൾ ടച്ച് ചെയ്യുന്നു. അതും ഒരു സമയത്ത് ഒരെണ്ണം മാത്രം. ഈ ടെർമിനലിൽ ലാമ്പ് ഗ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ടെർമിനൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് ഷണ്ട് ഫീൽഡ് ടെർമിനൽസ് എന്നാണ്. അതായത് 3, 4 എന്ന് നമുക്ക് പറയാം. സീരീസ് ഫീൽഡ് ടെർമിനൽസിന്റെ 2 ടെർമിനൽസ് വെരിഫൈ ചെയ്യാനായി നമുക്ക് സ്റ്റെപ്പ് 2 പ്രൊസീജിയറാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. കൂടാതെ സീരീസ് ഫീൽഡ് വൈൻഡിംഗ് ടെർമിനൽസ് എന്ന ടെർമിനൽസിനെ നമ്മൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യും. ലാമ്പിന്റെ ഗ്ലോ നമ്മൾ കമ്പയർ ചെയ്യുകയും ചെയ്യും. അടുത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പഞ്ച് മാർക്ക്. നമ്മളിനി പ്ലേറ്റ്സിന്റെ 2 എൻഡിലും യോക്കിലും നമ്മൾ പഞ്ച് മാർക്സ് മാർക്ക് ചെയ്യുകയാണ്. ഡി സി ജനറേറ്റർ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പഞ്ച് മാർക്ക് ചെയ്യേണ്ടതാണ്. ഇത് മെഷീൻ കൃത്യമായി അസംബിൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. റോക്കർ ആം പൊസിഷൻ, അതായത് എൻഡ് പ്ലേറ്റിനൊപ്പം നമ്മൾ റോക്കർ ആമും ഇനി മാർക്ക് ചെയ്യും. ബ്രഷ് ഹോൾഡറിൽ നിന്ന് ബ്രഷസ് നമ്മൾ റിമൂവ് ചെയ്യണം. ഇതാണ് ബ്രഷ് ഹോൾഡർ. ഇവിടെ നമുക്ക് ക്ലാമ്പ് കാണാൻ സാധിക്കും. ലീഫ് സ്പ്രിംഗ്, ലിഫ്റ്റ്, ബ്രഷ് ഹോൾഡർ, പിക് ടെയിൽ വയർ, ബ്രഷ് ടെർമിനൽ, കൂടാതെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സും നമുക്കിതിൽ മനസ്സിലാക്കാം. ലിഫ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ഹോൾഡർ മെക്കാനിസത്തിൽ നിന്ന് ബ്രഷസ് എല്ലാം റിമൂവ് ചെയ്യും. റിമൂവൽ ഓഫ് പുള്ളി. നമ്മളിനി ഷാഫ്റ്റിൽ നിന്ന് പുള്ളിയെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഷാഫ്റ്റിൽ നിന്ന് പുള്ളി റിമൂവ് ചെയ്യാനായി നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പുള്ളി പുള്ളർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതിനു മുൻപായി സ്ക്രൂസിൽ തുരുമ്പെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഗ്രീസ് കപ്പിൽ ഗ്രീസ് ഉണ്ടാകും. ജനറേറ്ററിന്റെ ഷാഫ്റ്റിന്റെ റൊട്ടേഷനായി അത് ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കും. റിമൂവൽ ഓഫ് ഗ്രീസ് കപ്പ്. പുള്ളിക്ക് ശേഷം അടുത്തത് ഗ്രീസ് കപ്പാണ്. ഗ്രീസ് കപ്പിന് ഗ്രീസ് കപ്പ് സ്റ്റഡ് എന്നൊരു ഭാഗമുണ്ട്. കൂടാതെ ഈ കാണുന്നത് പോലെ അതിന് എൻഡ് പ്ലേറ്റുമുണ്ട്. 2 എൻഡ് പ്ലേറ്റ്സിലെയും സ്റ്റഡ്സ് നമ്മൾ ലൂസൺ ചെയ്യുന്നു. അതിനുശേഷം ഷാഫ്റ്റ് സൈഡിലെ എൻഡ് പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവൽ ഓഫ് ആർമച്ചർ. ഇനി നമ്മൾ റിമൂവൽ ഓഫ് ആർമച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പുള്ളി റിമൂവ് ചെയ്തതിന് ശേഷം ആർമച്ചർ നമ്മൾ റിമൂവ് ചെയ്യണം. ഇതാണ് ആർമച്ചർ. ഈ ആർമച്ചറിന് 2 സൈഡിലും കവറുണ്ടാകും. മോട്ടോർ കേസിംഗ്, ബോൾ ബിയറിംഗ്, കൂടാതെ കമ്മ്യൂട്ടേറ്ററും അതിനൊപ്പം ഉണ്ടാകും. കയ്യിൽ ആർമച്ചർ ഷാഫ്റ്റ് വളരെ പതുക്കെ ഹോൾഡ് ചെയ്ത് നമ്മൾ എൻഡ് പ്ലേറ്റ്സിലൊന്ന് ഓപ്പൺ ആക്കുക. അല്ലെങ്കിൽ പുള്ളി ബ്ലോക്ക്, അതായത് ആർമച്ചറിന്റെ വെയിറ്റ് ഒരിക്കലും പോൾ ഫേസസിനെയോ ഫീൽഡ് വൈൻഡിങ്സിനെയോ ഡാമേജ് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റിമൂവൽ ഓഫ് ബെയറിംഗ്. ഇനി നമ്മൾ റിമൂവൽ ഓഫ് ബെയറിംഗ് ആണ് പഠിക്കുന്നത്. നൗ ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ച് നമ്മൾ ബെയറിംഗ്സ് എല്ലാം റിമൂവ് ചെയ്യും. ബെയറിംഗ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്മാൻഡിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ബെയറിംഗ്സ് ഇൻസ്പെക്ട് ചെയ്യുക, ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ജനറേറ്ററിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ഡി സി ജനറേറ്റർ ഒന്നുകൂടി റീഅസംബിൾ ചെയ്ത് നോക്കാം. റീഅസംബിളിംഗ് ദ ഡി സി ജനറേറ്റർ. ഇനി നമുക്ക് ഡി സി ജനറേറ്റർ എങ്ങനെയാണ് റീഅസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഷാഫ്റ്റിംഗിൽ ബെയറിംഗ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഗൈഡ് ലൈൻസ് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. റീഅസംബിളിംഗ് പ്രോസസ്സിൽ അടുത്തത് ബെഡിംഗ് ഓഫ് ബുഷസ് ആണ്. നിങ്ങൾക്ക് ബെഡിംഗ് ഓഫ് ബുഷസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് താഴെ കാണാവുന്നതാണ്. ഒരു സിലിക്കൺ അബ്രേസീവ് പേപ്പറാണ് ബുഷ് ബെഡ് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റീഅസംബിളിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന്റെ ഫൈനൽ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻഡ് പ്ലേറ്റ്സിന്റെ ഒറിജിനൽ മാർക്കിംഗ് നോക്കി നമ്മൾ റോ കാമിന്റെ പൊസിഷൻ മനസ്സിലാക്കണം. അതിനുശേഷം യോക്കും ആർമച്ചറും എൻഡ് പ്ലേറ്റ്സും റീഅസംബിൾ ചെയ്യണം.
അതിനുശേഷം ഫൗണ്ടേഷൻ ലെവലിൽ മെഷീൻ റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്ത് ജനറേറ്ററുമായി ഇത് കണക്ട് ചെയ്യണം. വൈബ്രേഷൻ ഇല്ലാതെ ജനറേറ്റർ സ്മൂത്തായി ഓപ്പറേഷൻ നടത്തുന്നുണ്ടോ എന്ന് പിന്നീട് ചെക്ക് ചെയ്യണം. ടെർമിനൽ ബ്ലോക്കിലെയോ നെയിം പ്ലേറ്റിലെയോ യോക്കോ ഫ്രെയിമോ നമ്മൾ റിമൂവ് ചെയ്യണം. ഫീൽഡ് വൈൻഡിങ് റിമൂവ് ചെയ്യണം. പിന്നീട് പുള്ളിയും ഗ്രീസ് കപ്പ് റിമൂവ് ചെയ്യുക, എൻ കപ്പും ഷീൽഡും റിമൂവ് ചെയ്യുക. അതിനുശേഷം ബ്രഷസ് നമ്മൾ റിമൂവ് ചെയ്യണം. കൂടാതെ കമ്മ്യൂട്ടേറ്റർ, ആർമേച്ചർ, ഷാഫ്റ്റും പിന്നെ ബെയറിങ്സും. DC ജനറേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് നോക്കാം. ആർമേച്ചർ, ഫ്രെയിം, ഫീൽഡ് പോൾ അല്ലെങ്കിൽ ലാമിനേറ്റഡ് കോർ. ആർമേച്ചറും ഫീൽഡ് കോയിലും എനാമൽഡ് കോപ്പർ വയറുകളാണ്. കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ലാമിനേറ്റഡ് കോർ അല്ലെങ്കിൽ ഫീൽഡ് പ്ലേറ്റ്സ് എന്നിവ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റീക്യാപ്പ്: ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സീരീസിൻ്റെ ടെർമിനൽസ്, ഫീൽഡ്, ആർമേച്ചർ എന്നിവ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, DC കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, DC കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാം, കൂടാതെ ബെയറിങ്സ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ഇൻസ്പെക്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, DC കോമ്പൗണ്ട് ജനറേറ്റർ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അസംബിൾ ചെയ്തതിനു ശേഷം ജനറേറ്റർ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ DC കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാമെന്നും അസംബിൾ ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഷയം മുഴുവനായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.